ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. കേരളത്തിൽ ജാതീയത ഉണ്ടോ? പലരും പറയും കേരളത്തിൽ ജാതീയതയില്ല, കേരളത്തിൽ എല്ലാവരും സാക്ഷരതയിൽ മുന്നിലാണ്, കേരളമാണ് എല്ലാത്തിനും മുന്നിലെന്ന് പറയുമ്പോൾ പോലും കേരളത്തിൽ ജാതീയത ഉണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിട്ടുള്ള നിതിൻ രാജ് എന്ന് പറയുന്ന 23 വയസ്സുകാരൻ. ദന്തൽ കോളേജിലെ വിദ്യാർത്ഥിയാണ്. ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയായിരുന്നു. അവൻ ജനിച്ച മതമാണ് അവനെ ഈ മരണത്തിലേക്ക് കൊണ്ടെത്തിച്ചത്. എന്താണെങ്കിലും ഈ കേരളത്തിൽ ജാതീയത ഇല്ലാന്ന് ഘോരഘോരം പ്രസംഗിച്ച് കിടക്കുന്ന ചില ഉന്നത കൊലയും തൂക്കിയിട്ട് കിടക്കുന്ന പരനാറികളുണ്ട് നമ്മുടെ കേരളത്തിൽ. ഇന്നലെ എനിക്ക് ഏറ്റവും കൂടുതൽ കൗതുകമായിട്ട് തോന്നിയിട്ടുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത്, ഈ മരണപ്പെട്ട നിതിൻ രാജിന്റെ വീട്ടിൽ ഒരു ഉന്നത കൊലജാതൻ പോയിരുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമായിരിക്കും അല്ലെ. ഒരു സാർ, ഒരു ടീച്ചർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ദൈവതുല്യമായിട്ടാണ് അവരെ എല്ലാവരും കാണുന്നത്. കാരണം അറിവ് പകർന്നു കൊടുക്കുന്നവരാ. നല്ല അധ്യാപകർക്കും അപമാനവും നാണക്കേടുമാണ് ഈ റാം എന്ന് പറയുന്ന മൃഗതുല്യനായിട്ടുള്ള ഈ പരനാറിയും ഈ സംഗീത എന്ന് പറയുന്ന ഈ വേട്ടാവളിയെത്തിയായിട്ടുള്ള ഈ ടീച്ചറും. എന്തുകൊണ്ടാണ് ഇത്രയും സമയമായിട്ട് ഈ രണ്ട് നാറികളെയും പൊക്കി അകത്തിടാൻ നമ്മുടെ നിയമ സംവിധാനങ്ങൾ മടിക്കുന്നത്? എത്രയോ തെളിവുകളാണ് ഈ 2 ദിവസം കൊണ്ട് പുറത്തേക്ക് വന്നത്. നിതിൻ രാജിന്റെ ഫോണിലേക്ക് 98 ഭീഷണി സന്ദേശങ്ങളാണ് വന്നത്. ഇതൊക്കെ വലിയൊരു തെളിവല്ലേ? അതുപോലെ തന്നെ വലിയൊരു തെളിവല്ലേ? നിതിന്റെ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. നിതിനോടൊപ്പം പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ ഈ മൃഗതുല്യനായിട്ടുള്ള ഈ വൃത്തികെട്ട പരനാറിയെ കുറിച്ചിട്ട് എത്രയോ വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവരെ കയ്യാമം വെച്ച് തൂക്കിയെടുത്ത് അകത്തിടാത്ത? ഉന്നത കൊലയെ തൊടാൻ ഇവിടെ എല്ലാവർക്കും ഭയമാണ് എന്നുള്ളതാ. ഒരു പാവം പയ്യന്റെ ജീവൻ കളഞ്ഞിട്ടാണ് ഇമ്മാരിത്തെ തെമ്മാടിത്തരം കാണിക്കുന്നത്. ഈ നിതിൻ രാജ് പ്രിൻസിപ്പാൾ എന്ന് പറയുന്ന ഈ മൃഗതുല്യനായിട്ടുള്ള ഈ നരാധമന്റെ റൂമിൽ നിന്ന് ഇറങ്ങി 15 മിനിറ്റിനുള്ളിലാണ് നിതിൻ രാജ് ജീവൻ ഒടുക്കി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ഈ 2 ഉന്നത കൊലയെ സംരക്ഷിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ഇതിന് മെനക്കെട്ടിറങ്ങിയാൽ കേരളത്തിലെ പൊതുസമൂഹം ഒന്നടങ്കം ഇവർക്കെതിരെ ശക്തമായി രംഗത്തേക്ക് വരണം. നിതിൻ രാജിന്റെ ഒരു ഓഡിയോ ക്ലിപ്പും വന്നിട്ടുണ്ട്. ഇത് രണ്ടും നമുക്കൊന്ന് കേൾക്കാം. ഇന്നലത്തോടെ അയാളുടെ വിലയെല്ലാം പോയിട്ടുണ്ട്. എന്നെ കുറേ പേര് വിളിച്ചിട്ട് നീ ആൺകുട്ടി, കാരണം ഇത്രയും ബോയ്സിനെ എല്ലാവരെയും പച്ചയ്ക്ക് ഇൻസൾട്ട്. ഇന്നലെ ശരിക്കും നിങ്ങൾ തന്നെ കണ്ടില്ലേ, ഞാൻ അയാളുടെ ക്ലാസ് ശ്രദ്ധിച്ച് അയാൾ പറയുന്ന കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ വെറുതെ എണീപ്പിച്ച് നിർത്തിയിട്ട് അമ്മേനെയും കളിയാക്കി, അമ്മയുടെ സർജറിയെയും കളിയാക്കിയിട്ട് അതിന് ശേഷം പറയണ എൻ്റെ 3 മാർക്ക് കുറച്ചെന്ന പാരൻസിന് പോയി ഇത് കൊടുക്കാൻ, എന്താ സർപ്രൈസായിട്ട് കൊടുത്തേക്കാൻ. അതുപോലെ എന്താ ഇൻസൾട്ട്. ഓക്കെ, ഞാൻ ക്ഷമിച്ചു, ഒരു പരിധി വരെ ക്ഷമിച്ചിരുന്നു, അങ്ങറ്റ ക്ഷമിച്ച്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഓരോ കുട്ടികളെയും പേപ്പർ കൊടുത്ത് വായിച്ചു നടന്ന് ചെയ്യിക്കുന്നു. അത് ഓരോ സ്പെല്ലിങ്ങും പറഞ്ഞ് ഫസ്റ്റ് ആയപ്പോൾ ഞാൻ പൊട്ടിത്തെറിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ക്ലാസ്സിൽ ഇരിക്കാം. എന്നിട്ട് ഞാൻ അവിടെ പോയിട്ട് പറയുകയും ചെയ്തു, ക്ലാസ്സിൽ 199 പേരും തൻ്റെ അടിമയായിരിക്കും. ഞാൻ സ്റ്റാഫ് റൂമിൽ നിന്ന് ഇറങ്ങിയല്ലോ. അതിനുശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു യു ആർ ഇഡിയറ്റ് എന്ന് പറഞ്ഞു. ഞാൻ സെയിം ടു യു എന്ന് പറഞ്ഞു, ഒത്തുക്കി തന്നെ പറഞ്ഞു. പിന്നെ മറ്റേ കൂട്ടത്തോടെ ആക്രമിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ നമ്മുടെ സ്റ്റാഫ് റൂം, എല്ലാം ഒന്നിനൊന്നിനും വെച്ചോ സ്റ്റാഫ് റൂമിലുള്ള അവിടെ കൊണ്ടിട്ടിട്ട് എന്തൊക്കെയാ പറയാൻ നോക്കി. എൻ്റെ അടുത്ത് പറഞ്ഞ് നീ ഗേറ്റിന് പുറത്തിറങ്ങിയാൽ നിൻ്റെ കൈയും കാലും വിട്ടും, നീ കൈ ഇല്ലാണ്ട് നീ പിന്നെ ജീവിക്കേണ്ടി വരുമോ. ഞാൻ പറഞ്ഞു സാറേ അതൊന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ സംഗീത മാം എല്ലാം എന്നെ തന്നെ നോക്കിയിരിക്കണം. അപ്പോൾ അജീഷ മാം പറഞ്ഞു ഇതിൻ കൂളെന്ന് പറഞ്ഞു. ശരിക്കും ഈ പയ്യനുണ്ടല്ലോ, ഇവൻ ആൺകുട്ടിയാണ്. ഇവൻ പുലിക്കുട്ടിയായിരുന്നു. പക്ഷെ ഇവന്റെ മരണത്തിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുള്ള ആ വൃത്തികെട്ട പരമ ചെറ്റയായിട്ടുള്ള റാം എന്ന് പറയുന്ന ഈ തെണ്ടിയെ ഇവനെ പച്ചയ്ക്ക് തൊലി ഉരിക്കണം. ഇവനെ ഒന്ന് നിയമത്തിന്റെ മുമ്പിൽ വിട്ടുകൊടുക്കാൻ പാടില്ല. ഇവിടുത്തെ പൊതുസമൂഹത്തിന്റെ ഇടയിലേക്ക് അങ്ങോട്ട് ഇട്ടുകൊടുക്കണം, വലിച്ചു കീറണവനേക്കാൾ. അതാണ് ചെയ്യേണ്ടത്. ഇനി ഒരു നാറിയും ഇത്തരത്തിലുള്ള സാറന്മാരായിക്കോട്ടെ ടീച്ചർമാരായിക്കോട്ടെ ഒരു കുട്ടിയുടെ ജീവൻ എടുക്കാനായിട്ട് വരരുത്. ആ രീതിയിലുള്ള നിയമ സംവിധാനങ്ങൾ, ആ രീതിയിലുള്ള നിയമ മാറ്റങ്ങളാണ് നമ്മുടെ നാട്ടിൽ കൊണ്ടുവരേണ്ടത്. ഇതിപ്പോൾ ഇന്നോ നാളെയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഈ പിന്നെ കുരയ്ക്കലും കടിയൊക്കെ അങ്ങ് മാറും. പിന്നെ ഇവരെ സംരക്ഷിക്കാൻ ഉന്നത തലത്തിൽ നിന്ന് തന്നെ ആളുകൾ വരും, ഇവരെ സംരക്ഷിച്ച് കൊണ്ടുപോവുകയും ചെയ്യും. ഇതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള നമ്മുടെ നിയമം അതാണ്. ഇവിടെ പണവും സ്വാധീനവുമുള്ള ഏത് നാറിക്കും എത്ര വലിയ കുറ്റകൃത്യവും ചെയ്യാം, അറിയാം എന്നുള്ളതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇനിയിപ്പം നിതിൻ രാജിന്റെ ക്ലാസ്മേറ്റ് ഉള്ള ഈ പെൺകുട്ടി പറയുന്നത് കൂടെ നിങ്ങളൊന്ന് കേട്ടോ. എൻ്റെ പേര് ആർച്ച. ഞാൻ നിതിൻ്റെ ക്ലാസ്മേറ്റ് ആണ്. ഫസ്റ്റ് ഇയർ വീഡിയോ സ്റ്റുഡൻ്റ് ആണ് അഞ്ചുകണ്ടി ദന്തൽ കോളേജിലെ. പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ്. റാം സാറിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ സത്യമാണ്. അവൻ്റെ പേപ്പർ എല്ലാവരും മുമ്പിൽ വെച്ച് ഓരോ കുട്ടികളായിട്ട് കൊടുത്ത് വായിപ്പിച്ച് അവനെ നല്ല രീതിക്ക് ഹറാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവനെ മാത്രമല്ല ക്ലാസ്സിനെ ഫുൾ ബോഡി ഷെയിം ചെയ്യാണ്ട്, എന്നെ ഫാറ്റി ഗേൾ എന്ന് വിളിക്കാണ്ട്, നിറം കുറവാണെങ്കിൽ കറുത്തിട്ടാണ് പറയാണ്ട്, നിറം കൂടിയ കുട്ടിയാണെങ്കിൽ ഓ യു ലുക്ക് ലൈക്ക് സിൻഡ്രല്ല എന്നും പറയാറുണ്ട്. നമ്മളെയൊക്കെ അപ്പോൾ അങ്ങ് അടിച്ച് താത്താ സംസാരിക്കുന്നത്. ഇപ്പം ഈ ഇൻസിഡൻറ്റ് കഴിഞ്ഞതിന് ശേഷം സീനിയേഴ്സ് നമ്മളോട് പറയുന്നുണ്ട് അവർ ഇങ്ങനെ ഒരു ട്രോമ കടന്നിട്ട് വന്നേ,
അവരും സൂയിസൈഡിൻ്റെ അറ്റം വരെ എത്തിയിട്ടുണ്ട്. ഇതിന് മുന്നേ നമ്മളിട്ട് പറഞ്ഞു റാമെന്ന് പറഞ്ഞ സാറുണ്ട്, എല്ലാവരും നോക്കുക, സാർ എന്താണ് പറഞ്ഞത് അത് ചെയ്യുക, സാർ അറ്റൻഡൻസ് കളയും. അതാണ് നമ്മൾ എത്രയും പേടി. അറ്റൻഡൻസ് ഇല്ലെങ്കിൽ എക്സാം പോലും എഴുതാൻ പറ്റത്തില്ല. ക്ലാസ്സിൽ കയറി അന്നത്തെ ദിവസം കളയും, പിറ്റേ ദിവസം കളയും, ഒരു മാസത്തെ വേണമെങ്കിൽ അങ്ങനെ കളയും. അത് പേടിച്ചിട്ട് ക്ലാസ്സിൽ പോകണേ. ക്ലാസ്സിൽ പോകുമ്പോൾ തന്നെ പറയും നിങ്ങളൊന്നും പഠിപ്പിക്കത്തൊന്നുമില്ല, മതപരമായ കാര്യങ്ങളും ബോഡി ഷേമിങ്ങും മാത്രം. 1 മണിക്കൂർ ക്ലാസ് എങ്കിൽ 55 മിനിറ്റും അത് മാത്രമേ പറയത്തുള്ളൂ. 5 മിനിറ്റ് മാത്രം ക്ലാസ് എടുത്തിട്ട് പോകും. ക്ലാസ് എടുത്തിട്ട് പോയി ഒന്നും പഠിപ്പിക്കാറില്ല. അങ്ങനെ പിറ്റേ ദിവസം വരുമ്പോൾ ടെക്സ്റ്റ് വായിച്ചാൽ ചോദിക്കും, പഠിപ്പിച്ചാലേ ടെക്സ്റ്റ് വായിക്കാൻ പറ്റത്തുള്ളൂ. അത് വായിച്ചില്ലെങ്കിൽ പറയും എല്ലാവരും ഇറങ്ങിപ്പോയിക്കോ, നിങ്ങൾക്ക് 3 മാസത്തെ അറ്റൻഡൻസ് ഇല്ല എന്ന് പറയും. അറ്റൻഡൻസ് ഇല്ലെങ്കിൽ എക്സാം പോലും എഴുതാൻ പറ്റത്തില്ല. എന്ത് പറഞ്ഞാലും ഒന്ന് പറഞ്ഞാൽ എൻ്റെ അറ്റൻഡൻസാണ് കളയുന്നത്. അവനെ നന്നായിട്ട് ഹറാസ് ചെയ്യുന്നത്. അവൻ ടാർഗറ്റ് ആയിരുന്നു സാറിൻ്റെ. ക്ലാസ്സിൽ വെച്ച് അവനോട് മീറ്റിംഗിന് എന്താ വരാത്തത് ചോദിച്ചു പാരൻസ്. അപ്പോൾ പറഞ്ഞു അമ്മയ്ക്ക് വൈകിയ സർജറി കഴിഞ്ഞിട്ടേ ഉള്ളൂ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇനി അമ്മയ്ക്ക് കാലിന് കുഴപ്പമൊന്നുമില്ലല്ലോ, വരാൻ പറ്റത്തില്ലേ ചോദിച്ചു. അങ്ങനെ അവനോട് എന്തോ പറഞ്ഞു, എന്നാൽ നിൻ്റെ ഓർഗനും കൂടെ നീ കളഞ്ഞോ എന്നുള്ള രീതിയിലൊക്കെ അവനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ക്ലാസ്സിലിരിക്കുന്ന കുട്ടിയെ വേറെ കുട്ടി കൊണ്ട് അടിപ്പിക്കുക, അടിച്ച് ശരിയായില്ലെങ്കിൽ ചോദിക്കും നീ എന്താ ട്രാൻസ്ജെൻഡർ ആണോ, ഗേ ആണോ എന്നൊക്കെ ചോദിക്കണം. നമുക്കൊന്നും മിണ്ടാൻ പറ്റത്തില്ല അവിടെ. ഞങ്ങൾക്കിപ്പോൾ കംപ്ലയിൻറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയും. പേടിച്ചിട്ടാണ് കംപ്ലയിൻറ്റ് ചെയ്യാത്തത്. ചെയ്യുമ്പോൾ പിന്നെ സാർ അറിഞ്ഞിട്ട് എന്താ ഇനി പറയാൻ പോകുന്നത്, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മൾ എക്സാം തോപ്പിക്കും, 5 വർഷത്തെ കോഴ്സ് 10 വർഷം 12 വർഷം ഇരിക്കേണ്ടി വരും. ആ ഒരു ടെൻഷൻ കാരണം ആരും ഒന്നും ചെയ്യാറില്ല. സാറിന് സസ്പെൻഷൻ എന്തോ കഴിഞ്ഞ വർഷം എന്തോ കിട്ടിയിട്ടുണ്ടായെന്ന് പറഞ്ഞു. സാറ് ക്ലാസ്സിലും പറയുന്നത് എനിക്ക് സസ്പെൻഷൻ കിട്ടിയാലൊന്നുമില്ല, അതിനെക്കാട്ടി ഞാൻ ഊർജ്ജത്തോടെ ഞാൻ ക്ലാസ്സിൽ വരും, നിങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്തോ, എന്താണെന്ന് വെച്ചാൽ കംപ്ലയിൻറ്റ് ചെയ്തോ, എനിക്ക് കുഴപ്പമില്ല. ക്ലാസ്സിൽ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരാളെ കൊന്നിട്ടുണ്ട്, എല്ലാം സത്യമാണ്. ആ കുട്ടി പറഞ്ഞതൊക്കെ സത്യമാണ്, ഇതിലൊന്നും കള്ളത്തിനൊന്നുമില്ല. ഞങ്ങൾ നേരത്തെ കംപ്ലൈന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എത്രത്തോളം അത് എത്തേണ്ടവരിൽ എത്തിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ ഞാൻ സീനിയറാണ്. അപ്പോൾ ഞങ്ങൾ കംപ്ലൈന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ആദ്യത്തെ സംഭവം അല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ബാച്ച്മേറ്റിൽ നിന്ന് സംസാരിച്ച ശാലും അവരുടെ ബാച്ചൊക്കെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് എത്രത്തോളം എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടില്ല. എല്ലാവർക്കും ഒരു ഷോക്കായിരുന്നു. ഇതാരും ഒന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നില്ല. പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ നിതിൻ വീണു എന്ന് മാത്രമേ അറിഞ്ഞപ്പോൾ എല്ലാവരും ഫുഡും കാണിട്ട് എല്ലാവരും ഓടിയപ്പം അവിടെ ഫുൾ എന്താണെന്നറിയില്ല, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം, ടീച്ചേഴ്സ് ഓട്ടം, സാറന്മാരോട്ടം, എല്ലാവരും എന്താണെന്നറിയില്ല, എല്ലാവരും ഷോക്കായി. ഇപ്പോൾ തളർന്നു പോയി. മരിച്ചെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ആയിരുന്നു. എല്ലാവരും അങ്ങ് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ആരും പ്രതീക്ഷിക്കാത്തൊരു സാഹചര്യമായിപ്പോയി. നമുക്ക് എല്ലാവർക്കും ഇങ്ങോട്ട് വരണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് മാനസികാവസ്ഥ ശരിയല്ല. ഞാൻ പോലും ഇന്നലത്തെ ദിവസം ഒന്നും കഴിച്ചിട്ടില്ല, നമുക്ക് കഴിക്കാൻ പോലും പറ്റുന്നില്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇനി ഇപ്പോൾ ഇത് പറഞ്ഞിട്ട് എൻ്റെ ജീവിതം എന്താവുന്ന പോലും എനിക്കറിയില്ല. എത്ര ഗൗരവമായിട്ടുള്ള വിഷയമാണ് ആ ക്ലാസ്സിൽ പഠിക്കുന്ന ഈ പെൺകുട്ടി അടക്കം വന്നുകൊണ്ട് ഈ മാധ്യമങ്ങളുടെ മുമ്പിൽ ഇപ്പൊ തുറന്നു പറയും. കാരണം കുട്ടികളെല്ലാം ഭയക്കുന്നു എന്നുള്ളതാണ് ഈ പരമനാറിയായിട്ടുള്ള ഈ റാം എന്ന് പറയുന്ന ഈ വൃത്തികെട്ടവന് മുന്നിലൊക്കെ മുട്ടുമടക്കാതെ ധൈര്യപൂർവ്വം അവനെ പ്രതിരോധിച്ചതിന്റെ പേരിലാണ് നിതിൻ രാജ് എന്ന് പറയുന്ന 23 വയസ്സുകാരനെ നാറികളെല്ലാം കൂടെ കൊലപ്പെടുത്തിയത്. നരാധമനൊന്നും ഒരു പരിഗണനയും കൊടുക്കരുത്. കളറിന്റെ പേരിൽ അധിക്ഷേപിക്കുക, കുറച്ച് വണ്ണം കൂടിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ അധിക്ഷേപിക്കുക. ദൈവത്തിൻ്റെ സൃഷ്ടികളാടാ നാറി എല്ലാവരും, ദൈവത്തിൻ്റെ സൃഷ്ടികൾ. നീ അടക്കം, നീയൊക്കെ ചത്തുപോയാൽ ഒരുത്തനും കാണത്തില്ല തിരിഞ്ഞു നോക്കാൻ. പുഴുത്ത പട്ടിയെ പോലെ നീയൊക്കെ ഈ ഭൂമി കിടന്ന് അനുഭവിച്ചിട്ടേ ഇവിടുന്നൊക്കെ പോകത്തുള്ളൂ. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആ ഒരു കുടുംബത്തിന് അത് നഷ്ടപ്പെട്ടു. ഇനി ആ കുടുംബത്തിന് നീതി ലഭിക്കണം. ആ കുടുംബത്തിന് നീതി ലഭിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകാവോ ആ അറ്റം വരെ കേരളത്തിലെ പൊതുസമൂഹം ശക്തമായ രീതിയിൽ നിങ്ങളുടെ പിന്തുണ ആ കുടുംബത്തോടൊപ്പം ഉണ്ടാകണം. ഇനി നമ്മുടെ കുടുംബത്തിൽ ഒരു കുട്ടിക്കും ഇങ്ങനെ വരാതിരിക്കട്ടെ. ജാതിയുടെ പേരിലായിക്കോട്ടെ, മതത്തിൻ്റെ പേരിലായിക്കോട്ടെ, കളറിൻ്റെ പേരിലായിക്കോട്ടെ, ഇനി ഒരു കുട്ടിയുടെ ജീവൻ പോലും കേരളത്തിൽ പൊലിയാൻ പാടില്ല. ഇത് കൃത്യമായി ഒരു അന്വേഷണം നടത്തിക്കൊണ്ട് ഇവനൊക്കെ തൂക്കിയെടുത്ത് പുറത്തേക്ക് വരാത്ത രീതിയിൽ എത്രത്തോളം നരയിപ്പിക്കാവോ അത്രത്തോളം നരയിപ്പിച്ച് ഈ 2 നാറികളെയും തൂക്കിയെടുത്ത് അകത്തിടണം. അതാണ് ചെയ്യേണ്ടത്. ആ കുടുംബത്തിന് ഇതൊക്കെ സഹിക്കാനായിട്ടുള്ള ക്ഷമ സർവശക്തൻ കൊടുക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി പ്രാർത്ഥനയിലും ആ കുടുംബത്തെ ഉൾപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ.